നമസ്കാരം, വീണ്ടും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ കാണുന്നതാണ് ടെമ്പിൾ ഓഫ് ലിറ്ററേച്ചർ. 1070 ചൈനയിൽ നിന്നുള്ള ഫിലോസഫറായ കൺഫ്യൂഷ്യസിനെ ഓണർ ചെയ്തുകൊണ്ട് വിയറ്റ്നാംകാർ പണിഞ്ഞതാണ് ഈ ടെമ്പിൾ ഓഫ് ലിറ്ററേച്ചർ. മാത്രമല്ല, ഇത് വിയറ്റ്നാമിലെ ആദ്യത്തെ യൂണിവേഴ്സിറ്റി കൂടെയാണ്. നമ്മൾ ഇന്ത്യക്കാർക്ക് നളന്ദ യൂണിവേഴ്സിറ്റി എന്നൊക്കെ പറയുന്നത് എങ്ങനെയാണോ അതുപോലെയാണ് വിയറ്റ്നാംകാർക്ക് ടെമ്പിൾ ഓഫ് ലിറ്ററേച്ചർ. ഒരു 3 ഗേറ്റ് പാസ് ചെയ്ത് വേണം അകത്തോട്ട് കയറി പോകാനായിട്ട്. ഓരോ ഗേറ്റും പാസ് ചെയ്യുന്നതിന് മുമ്പ് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത ഒരു ഗാർഡൻ പോലത്തെ ഒരു സാധനം കാണാം. ഇവിടെ പഠിച്ചിറങ്ങുന്നവർ റോയൽ സർവീസസ് എക്സാം എഴുതും. ആ എക്സാം പാസ്സാവുന്നവർ ഗവൺമെൻറ് ലെവലിലൊക്കെ വലിയ വലിയ സ്ഥാനങ്ങൾ ലഭിക്കാറുണ്ട്. നമ്മുടെ ഇവിടുത്തെ സിവിൽ സർവീസ് എക്സാമിൻ്റെയൊക്കെ അക്കാലത്തുള്ള രൂപം. ഈ കാണുന്നതാണ് ലാസ്റ്റ് ഗേറ്റ്. ഇത് കടന്നു ചെല്ലുമ്പോൾ നമ്മളിവിടുത്തെ അമ്പലക്കുളമൊക്കെ പോലെ ഒരു കുളം കാണാം. അതിന് ചുറ്റും ഓടിട്ട കുറേ ബിൽഡിങ്സ് ഉണ്ട്. ഇവിടുന്ന് റോയൽ സർവീസ് എക്സാം പാസ്സായ ആളുകളുടെ പേര് പലകയിൽ കൊത്തി ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഈ പലകകളെല്ലാം ആമയുടെ പ്രതിമയുടെ മണ്ടയിലാണ് വച്ചേക്കുന്നത്. ഈ കാണുന്ന ഐറ്റം. ഇപ്പൊ നമ്മൾ കടന്നു വന്ന ആ മെയിൻ ഗേറ്റിന്റെ വ്യൂ, ഈ വ്യൂ ആണ് 1,00,000 വിയറ്റ്നാം നോട്ടിൽ കാണുന്നത്. ഒന്നുകൂടെ ഉള്ളിലേക്ക് കയറി ചെല്ലുമ്പോൾ ആ മെയിൻ പ്രതിഷ്ഠയ്ക്കുള്ള ടെമ്പിൾ കോംപ്ലക്സ് കാണാം. വിയറ്റ്നാമീസ് ആർക്കിടെക്ചറൊക്കെ ആസ്വദിച്ച് അകത്തേക്ക് നടക്കാം. അവിടെ ഇവിടെയും വിയറ്റ്നാമീസ് ട്രഡീഷണൽ ഡ്രസ്സിട്ട് ആൾക്കാരൊക്കെ നിൽപ്പുണ്ട്. അവരുടെ കൂടെ പോയി നിന്ന് ഫോട്ടോ എടുക്കാനൊക്കെ പറ്റും. ഫ്രീ ആണ്, പൈസ ഒന്നും കൊടുക്കണ്ട. ഞങ്ങൾ പതുക്കെ അവിടുന്ന് ടെമ്പിളിൻ്റെ അകത്തേക്ക് നടന്നു കയറി. അവിടെ കൺഫ്യൂഷ്യസിൻ്റെ ശിഷ്യന്മാരുടെയും പ്രതിമ പ്രതിഷ്ഠിച്ച് വച്ചിട്ടുണ്ട്. അക്കാഡമിക് സക്സസിനും കരിയറിൽ ഗ്രോത്തിനും ഒക്കെ വേണ്ടി ആൾക്കാർ ഇവിടെ വന്ന് പ്രാർത്ഥിക്കാറും നേർച്ചയിടാറും ഒക്കെ ഉണ്ട്. നമ്മുടെ നാട്ടിലെ പോലെയൊക്കെ തന്നെ പഠിക്കാതെ പോയി നേർച്ചയൊക്കെ ഇട്ടിട്ട് ഭഗവാനെ ഈശ്വര പരീക്ഷ എഴുതി കഴിയുമ്പോഴത്തേക്കും ഞാനൊരു കില്ലാടി എന്നൊക്കെ പ്രാർത്ഥിക്കുന്ന ആ ഒരു സെറ്റപ്പ്. ഞാനും ആലോചിച്ചു 1 വർഷം കൊണ്ട് കമ്പനിയുടെ CEO ആവണേ എന്ന് പറഞ്ഞുകൊണ്ടൊരു നേർച്ചയിട്ടാലോ. പിന്നെ വിചാരിച്ച് വേണ്ടാന്ന്, അതിനും വയ്യ. ഇവിടെ വന്ന് കൺഫ്യൂഷ്യസിൻ്റെയും ശിഷ്യന്മാരുടെയൊക്കെ പ്രതിമ ഒന്ന് ചുറ്റി നടന്ന് കണ്ടു. എന്നിട്ട് മനസ്സിലൊന്ന് പ്രാർത്ഥിച്ചു, എന്തെങ്കിലും കിട്ടിയാലോ. ഹാനോയിൽ പോകുന്നവരെന്തായാലും വിസിറ്റ് ചെയ്തിരിക്കേണ്ട വളരെ കൾച്ചറൽ സിഗ്നിഫിക്കൻസ് ഉള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ വിയറ്റ്നാം വിശേഷങ്ങളുമായിട്ട് വേറൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ ശരി, ബൈ.